രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് INTUC അതിൻ്റെ സംഘടനാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം കേന്ദ്രമായി ഒരു തിരഞ്ഞെടുപ്പ് സമിതി രൂപീകരിച്ചിരിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. INTUCയുടെ പേരിലൊരു തിരഞ്ഞെടുപ്പ് സമിതി രൂപീകരിക്കുന്നതിന് സംഘടന തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഔദ്യോഗികമായി ഒരു തിരഞ്ഞെടുപ്പ് സമിതിയും നിലവിലില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് INTUCയിൽ നിന്ന് അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കപ്പെട്ട ചില ആളുകളും 2024 മെമ്പർഷിപ്പ് വെച്ചാണ് പുതിയ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ആ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ ക്വാളിഫൈ ചെയ്യാൻ കഴിയാത്ത യൂണിയനുകളുടെ ചില ആളുകളും ചേർന്നാണ് ഒരു തിരഞ്ഞെടുപ്പ് സമിതി രൂപീകരിച്ചിരിക്കുന്നതായും അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങളും പ്രസ് റിലീസുകളും കൊടുത്ത് ചില വിഭാഗീയ പ്രവർത്തനങ്ങളെന്ന് പറയാം, ചില പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. INTUCയുടെ സംഘടനാ തിരഞ്ഞെടുപ്പ് 2012 മുതൽ തുടർച്ചയായി എല്ലാ 4 വർഷത്തിലൊരിക്കലും സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സംഘടനയാണ്. അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലകളിലേക്കുള്ള കമ്മിറ്റികളിലേക്കും എല്ലാ 4 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് നടക്കും. തുടർച്ചയായി 2012 മുതൽ 3 തിരഞ്ഞെടുപ്പുകൾ നടന്നു. കോവിഡ് വന്നപ്പോൾ 2 വർഷക്കാലം തിരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് 2024 മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അഖിലേന്ത്യാ തലത്തിലും INTUCയുടെ പ്ലീനറി സമ്മേളനം ചേർന്ന് 2024 മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകാം. ആ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ അവർ ചേർന്നൊരു സമിതി ഉണ്ടാക്കി സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഒരു തിരഞ്ഞെടുപ്പ് സമിതി രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഭാഗമാകുന്ന ഈ സംഘടനാ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് INTUC ആയാലും CIT ആയാലും BMS ആയാലും എല്ലാ ട്രേഡ് യൂണിയനുകൾക്കും അതിൻ്റേതായ ചില ക്വാളിഫൈ ചെയ്യുന്ന യൂണിയനുകളൊക്കെ അവരുടെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റും. അതിനൊന്ന് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിന് INTUCയിൽ അഫിലിയേഷൻ വേണം. എല്ലാ വർഷവും ഓരോ തൊഴിലാളിക്കും 3 രൂപ വീതം INTUCയുടെ അഖിലേന്ത്യാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും അഫിലിയേഷൻ ഫീസ് അടയ്ക്കണം. 100 തൊഴിലാളി ഉണ്ടെങ്കിൽ 300 രൂപ അഫിലിയേഷൻ ഫീസ് അടയ്ക്കണം. 100 തൊഴിലാളിക്ക് ഒരാളിന് ജില്ലാ INTUCയുടെ ജനറൽ കൗൺസിലിൽ വരാം. 500 തൊഴിലാളികളുള്ളൊരു യൂണിയനിൽ നിന്ന് ഒരാളിന് സംസ്ഥാന INTUCയുടെ ജനറൽ കൗൺസിലിൽ വരാം. 5000 പേരുള്ള യൂണിയനുകളിൽ നിന്ന് ഒരാളിന് അഖിലേന്ത്യാ INTUCയുടെ ജനറൽ കൗൺസിൽ വരാം. ആ കൗൺസിൽ മെമ്പർമാരാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന സംഘടനാ